കിരൺ സാർ അവിടേക്ക് ഒരു റൗണ്ട് അടിക്കാൻ പോയല്ലോ. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഇതിന്റെ മേൽനോട്ടം തന്നിരിക്കുന്നത്. സാറിങ്ങനെ റൗണ്ട് വെച്ച് നടക്കത്തേ ഉള്ളൂ, മുഹൂർത്തം കഴിയുന്നവരെ. അമ്മ ഇവര് തന്നെടുക്കുക, ചെറുക്കനിപ്പോ പുറപ്പെട്ടാണ്. അയ്യോ നീ ബഹളം വയ്ക്കാതെ, മുഹൂർത്തത്തിന് ഇനി സമയം കിടക്കുമല്ലേ. വാ മകളെ. മക്കളെ, ഇവൻ എപ്പോഴേ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കണെന്ന് അറിയാമോ? എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുമാണ്, ആദ്യം അമ്മയ്ക്ക് കൊടുക്ക്. നമുക്കെന്നാ പുറപ്പെടാം. വാ മകളെ. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അച്ഛൻ കിരൺ എവിടെ? സാറ് ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. നമ്മളെല്ലാവരും റെഡിയായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞേ. എന്നാ പിന്നെ കേറിക്കോ മക്കളെ, നിങ്ങളാ വണ്ടിയിലല്ലേ? കേൾക്കാം. ഹരിയേട്ടാ, കല്യാണി കാർത്തിയും കുട്ടി പുറപ്പെട്ടിട്ടുണ്ട്. ദിലീപും കൂട്ടരും ഉടൻ പുറപ്പെടും. സാർ, ഇന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്തായാലും കാർത്തികയ്ക്കും ദിലീപ് സാറിനും നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. അതിനുവേണ്ടി ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് ഹരിയേട്ടാ. പോലീസിന്റെ ഒരു നിരീക്ഷണം എന്തായാലും നമുക്കുണ്ടാവും. കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞ് ദിലീപിനെ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ കൊല്ലുകയാണ്. പേടിത്തൊണ്ടൻ, ധൈര്യമില്ലാത്തവൻ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പറയുന്നവരെല്ലാം ഇനി തിരിച്ചു പറയുമല്ലോ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ഇടുന്നവർക്കാണ് ഇങ്ങനെ ഒരു അനുഭവമെങ്കിൽ അവരങ്ങനെ ദിലീപിനെ പോലെ ധൈര്യം കാണിക്കുമായിരുന്നോ? സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കല്യാണത്തിന് പിന്മാറും ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാർ പയ്യന്മാര്. അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവന്മാരുടെ പാട്ടിന് പോകും. അവിടെയാണ് നമ്മൾ ദിലീപിന് ബഹുമാനം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരനും കാർത്തികയ്ക്കും അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല സാർ. അതിന് ഗംഗാപ്രസാദിന് മാത്രമല്ല, അവന്റെ കൂട്ടുകാരെ അമർച്ച ചെയ്തേ പറ്റൂ. അപ്പോഴേ ഹരിയേട്ട നാഴേക്ക് വയ്ക്കും, അവർക്കിപ്പോ വരും. ശരി സാർ. ശരി. അവൻ കുഴപ്പക്കാരനാണല്ലോ രതീഷേ. അല്ല സാറേ, അവൻ കുഴപ്പക്കാരനല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി വിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് ശരിയാണ്. കാർത്തിക മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വേറെ പ്രശ്നമൊന്നുമില്ല മോളെ. നിങ്ങൾ എല്ലാവരും അകത്ത് വെക്കോ? ഞങ്ങളിപ്പോ വരാം. എടാ രതീഷേ, ആരോ മണം തെരഞ്ഞിട്ടുണ്ടല്ലോടാ. കല്യാണത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ ഇവിടെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അച്ഛാ. ദിലീപ് അവിടുന്ന് പുറപ്പെട്ടിരിക്കുകയല്ലേ. ദിലീപിനൊന്നും സംഭവിക്കില്ല. അവർക്ക് ഇപ്പൊ ഇങ്ങെത്തും. അച്ഛൻ അകത്തേക്ക് വെക്കോ, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. എടാ കിരൺ എവിടെയാ? ഈ പരിസരത്ത് എവിടെയുണ്ട്. അച്ഛൻ അകത്തേക്ക് വെക്കോ, കുഴപ്പമില്ല. ശരി, ഒരു കണ്ണ് വേണം. നോക്കിക്കോളാം. സാറേ, എന്ത് വന്നാലും ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. ദിലീപിനെ വിളിച്ച് വിവരം പറയണം. അതിനുമ്പ് കിരൺ സാറിനെ ഒന്ന് വിളിക്കാം. കാറൊന്നല്ലോ, വാടാ കഥ കടക്കി. കല്യാണം കഴിഞ്ഞ് കല്യാണപ്പെണ്ണ് ഇവിടെ എത്തുമ്പോ അയൽക്കാരൊക്കെ ഞെട്ടിപ്പോകല്ലോ മോനെ. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. അവരുടെ കാര്യം പറയുമ്പോ അവർക്കത് മനസ്സിലാവും. പിന്നെ ചാനലുകാർ ഒരുപാട് പേര് ഞാൻ കല്യാണത്തിന് പിന്മാറിയെന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു. അവർക്കൊക്കെ ഇനി വ്യക്തമായ മറുപടി കൊടുക്കും. ഞാൻ പറയുന്നത് ഉടനെ ചാനലുകാരെ ഒന്നും വിളിച്ചു കൂട്ടണ്ടെന്നാ. ചാനലിൽ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ ഗംഗാപ്രസാദ് ഇത് അറിയല്ലോ. അത് ശരിയാടാ, പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യണ്ട, പതിയെ എല്ലാവരും അറിഞ്ഞാൽ മതി. അതെന്താണെന്ന് വെച്ചാ ഇനി കല്യാണ പെണ്ണോടും ചോദിച്ചിട്ട് തീരുമാനിക്കാൻ. പിന്നെ അവിടെ ചെന്നിട്ട് അമ്മ ടെൻഷനൊന്നും കാണിക്കരുത്. അമ്മയുടെ ആദ്യം ഒന്നും പറയരുത്. ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കാർത്തികയോടും അവളുടെ അമ്മയോടും ഒക്കെ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇനി എനിക്കധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചെയ്തതൊക്കെ നല്ലതിനായിരുന്നുവെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നാതിരിക്കില്ല. നല്ലതായാലും ചീത്തയായാലും നീ അവൾക്കൊപ്പം നന്നായി ജീവിക്കണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ മോനെ. വാ പോവാ. എങ്ങനെയുണ്ടാ? കുഴപ്പമൊന്നുമില്ല. ഒരു താടിയും കൂടെ വെച്ചാ ആളെ തിരിച്ചറിയത്തില്ല. വച്ചേക്കാം. ഇപ്പോഴോ അളിയ ആകെ കുഴപ്പമായി. എന്താടാ, പോലീസ് കൊണ്ട് വരുന്നുണ്ടോ അതോ നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ? അതല്ല, നിന്റെ സ്വപ്നം ഏതാണ്ട് ശരിയാവുന്നാ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ പറയണം. കാർത്തികയുടെയും കുടുംബത്തിന്റെ കാര്യം നോക്കാനല്ലേ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ആ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ അടുത്തൂടെ വെറുതെ ബൈക്കിൽ വരുമ്പോ അവിടേക്കൊരു വിവാഹ പാർട്ടി പോകുന്നതുകൊണ്ട് അളിയ കല്യാണ വേഷത്തിൽ കാറിൽ നിന്ന് ഇറങ്ങിയത് അവളായിരുന്നു, കാർത്തിക. കൂടെ ബന്ധുക്കളും. നീ എന്തിനാ ഇവനോട് ഇങ്ങോട്ട് മാറിയേ. അങ്ങനെ ഒരു കാഴ്ച ഇവൻ കണ്ടിട്ടില്ല. അവിടെ കാറിൽ വന്ന് ഇറങ്ങിയത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കും. എനിക്ക് തെറ്റിയിട്ടില്ല ഗംഗ, ഞാൻ കണ്ടത് അവളെ തന്നെയാ. കൂടെ അവളുടെ അമ്മയും ആ കല്യാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വരുന്ന അവൻ തന്നെയാണോ ദിലീപ്? അതൊന്നും എനിക്കറിയില്ല. ഇനി വേറെ ആരെങ്കിലും അവിടെ ഏറ്റെടുക്കാൻ തയ്യാറായി കാണുമോ? ഇതിൽ എന്തോ ചതിയുണ്ട്. എന്റെ സ്വപ്നം സത്യമായെന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ വരുന്ന അവൻ തന്നെയായിരിക്കും ദിലീപ്. അതും കൂടെ നോക്കിട്ട് നീ വന്നാ മതിയായിരുന്നോടാ. നീ എന്താണ് പറയുന്നത്? കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ അവളെ കണ്ട ഉടൻ വിവരം വന്ന് പറയല്ലേ വേണ്ടത്? ഫോൺ വിളിച്ച് പറയാന്ന് വെച്ചാൽ അവനെ കിട്ടുമോ? ഇവ ഫോണിന്റെ ബാറ്ററിയെല്ലാം ഊരിട്ടിരിക്കല്ലേ? നമ്മുടെ കണ്ണ് മൂടി കെട്ടിയിട്ട് അവൾ അങ്ങനെ മംഗലത്താലി അണിയണ്ട, നെറ്റിയിലെ സിന്ദൂരവും ഇടണ്ട. ഇന്ന് അവളുടെ കല്യാണമാണെങ്കിൽ കല്യാണ പയ്യൻ ആരായാലും ശരി, അവന് താലി കെട്ടാൻ അവളുടെ കഴുത്തുണ്ടാവരുത്. അതല്ലെങ്കിൽ താലി കെട്ടുന്നവൻ ആ മുഹൂർത്തത്തിന് മുൻപ് ചേതനേറ്റി കിടക്കണം. എടാ, നമ്മൾ തുണിഞ്ഞിറങ്ങിയതിൽ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. ഒരു കാര്യം ഉറപ്പാ, ഇരു ചെവി അറിയാതെയാ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നു. ചാനലുകാരെ കൊണ്ട് പോലും വിവാഹം മുടങ്ങിയെന്ന് പറയിപ്പിച്ചിട്ട് എല്ലാവരുടെയും ശ്രദ്ധ മാറ്റി. എന്നിട്ട് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ മകനെ കൊണ്ട് അവള് താലി കെട്ടിക്കാൻ പോവാണെന്നാ തോന്നുന്നത്. നിങ്ങൾ പെട്ടെന്ന് റെഡിയാക്കോ, നമുക്ക് ഉടനെ അവിടെ എത്തണം. എങ്ങനെ അവിടെ എത്തും? അതിലൊക്കെ വഴിയുണ്ടടാ. അതെ, ഞാനിവിടെ നിന്നോളാം. ദിലീപ് ഉടനെ എത്തും. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഈ പരിസരത്ത് ഒരു കുഞ്ഞും വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിവരം അറിയിച്ചോളാം. രതീഷേ, പയ്യൻ വരുമ്പോ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് പെൺകുട്ടിയുടെ ആങ്ങളെ. പക്ഷെ അവനിപ്പോ ജയിലിനകത്താണല്ലോ, അതുകൊണ്ട് നീ വേണം അതൊക്കെ ചെയ്യാൻ. ശരി സാറേ, വരും. ഞാൻ ഇവിടെ നിൽക്കട്ടെ സാറേ? വേണ്ട, വരും, ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ പോയിക്കോ. ശരി, വാ. അല്ല, കിരൺ എവിടെ രതീഷേ? സാറ് മുകളിലുണ്ട്. ഒരു ബൈക്കാരൻ വന്നായിരുന്നല്ലോ, അതുകൊണ്ട് സാറോടെ തന്നെ നിൽക്കാം. വന്നേ, പയ്യനെ സ്വീകരിക്കാനുള്ള സമയം. അകത്തേക്ക് വാ. ചേട്ടാ, 1.5 കിലോമീറ്റർ അപ്പുറത്തൊരു അപകടം നടന്നു. എത്ര പെട്ടെന്ന് അവിടെ എത്തണം? തലയ്ക്കാ മുറിവ് വെച്ചത്. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. വേഗം പോയേട്ടാ. അവനെ പൊക്കി അകത്തേറ്റ് അവന്റെ വായിൽ കുറച്ച് തുണിയും തിരികെ കൈയും കാലും കെട്ടിയിട്. അവനിനി 1-2 മണിക്കൂർ കഴിയാതെ എഴുന്നേക്കില്ല. ഇനി എന്താ പരിപാടി? ഓഡിറ്റോറിയത്തിനടുത്ത് വരെ ആംബുലൻസ് എത്തണം. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അകത്ത് കയറണം. ഒരു കാരണവശാലും ആദ്യ ബുദ്ധി കാണിച്ച ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടരുത്. അവൻ അങ്ങനെ ഹീറോ ആവാൻ പാടില്ല. എങ്ങനെ അകത്ത് കിടക്കും? അതൊക്കെ ഞാൻ കടന്നോളാം. എന്തായാലും എല്ലാവരും അകത്തായിരിക്കും. ആ സമയത്ത് എവിടെയെങ്കിലും മറിഞ്ഞ് ഒന്ന് ഷൂട്ട് ചെയ്യണം. അവനെയും അവളെയും വെടിവെച്ചിടണം. കൂട്ടത്തിൽ അടുത്ത് നിൽക്കുന്ന കിരണിനെയും കല്യാണിയെയും. ഒരുപാട് നന്ദിയുണ്ട് മോനെ. ഇങ്ങനെ ഒരു സാഹചര്യത്തില് നീ വിവാഹത്തിന് സമ്മതിക്കുന്ന തന്നെ നിന്റെ വലിയൊരു മനസ്സ്. അല്ല എന്ന് പറയാനാ. പ്രത്യേകിച്ചും
നിന്റെ അമ്മയൊക്കെ എതിർത്ത സാഹചര്യത്തിൽ ഇതിൽ നീ കൂട്ടുനിൽക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ മോനെ, ഇപ്പോഴും ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല. എന്റെ അമ്മ കാത്തതാ. ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളാ എനിക്ക് ഇതുപോലെ ഒരു നല്ലൊരു വരുമാനം കൊണ്ടു തന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാർത്തിക എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച. ഇത് അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ വിവാഹം മുടങ്ങിയതറിഞ്ഞ് തളർന്നു വീണെന്ന് അറിഞ്ഞപ്പോ സങ്കടമായി പോയി. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ നെഞ്ചു പൊട്ടിപ്പോയി, ശരീരം കൊഴിഞ്ഞു. കല്യാണം കഴിയുന്നവരെ ഒരു ടെൻഷനാ. അല്ല, കല്യാണം കഴിഞ്ഞാലും ടെൻഷൻ വിട്ടു മാറത്തില്ല. സൂക്ഷിക്കണം മോനെ. അവന് ഇനി കൂടുതൽ അപകടകാരിയാവത്തുള്ളൂ. പേടിയില്ല അച്ഛാ. എന്റെ അച്ഛന്റെ ജീവൻ എടുത്തോണ്ട് പോയവനാ. അവനെ ഒന്ന് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുക. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് മോന്റെ അമ്മ പറയുമായിരുന്നല്ലോ. അതത്ര വലിയ തെറ്റാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങളായതുകൊണ്ടാ മോളെ ഈ കല്യാണം നടക്കുന്നത്. വേറെ ഏതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ മോനോട് തൂങ്ങിച്ചാവുമെന്ന് ഭീഷണി മുഴക്കിയിട്ടെങ്കിലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറ്റുമായിരുന്നു. അച്ഛനെ കൊന്ന കൊലയാളി പുറത്ത് ചുറ്റി നടക്കുമ്പം ആരും ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കില്ല. അവിടെ നിങ്ങളൊക്കെ ഇതിന് തയ്യാറായത് നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ട്. അതുകൊണ്ട് മോനും മോക്കും ഒരു നല്ല കുടുംബജീവിതം കിട്ടും. ഒരാപത്തും സംഭവിക്കില്ല. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് മോളെ. അതുകൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. ആ കൊലയാളിയെ ആരെങ്കിലും തല്ലി കൊല്ലും. ഇപ്പൊ തന്നെ കൊന്നിട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അവൻ ചത്തില്ലെങ്കിൽ അത് മനഃപൂർവ്വം ദൈവം ചെയ്യുന്നതാ. അവനെ പോലെ ഒരുത്തൻ ഒറ്റയടിക്ക് പോകാൻ പാടില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിക്കേണ്ടെന്ന് അവന്മാരെ പോലുള്ളവർക്ക് തോന്നണം. ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ളവളാ ഞാൻ. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ പലിശ സഹിതം നമുക്ക്